ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫിഷ് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ഫിഷ് നിർവാണ എന്നാണ്. 2 സ്റ്റെപ്പിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ആവോലിയാണ്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ലൈം ജ്യൂസ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് മീനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. കാശ്മീരി ചില്ലി പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലൈം ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഓരോ മീനിലായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മൾ മീനിൽ മസാല ഇടുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മസാലയെല്ലാം മീനിലേക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. നമ്മൾ 3 മീനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. നമുക്ക് 2 സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടണം. പക്ഷെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മീൻ ആദ്യം വെക്കുമ്പം ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലെയിം ലോ ആക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ ഒരു സൈഡ് കുക്കായാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് മൊരിച്ചെടുക്കണം നല്ല രീതിയിൽ. മീൻ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയാൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഈ തേങ്ങാപ്പാലിൽ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ: ഒരു 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് എടുത്ത് വെക്കണം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു വാഴയില നമുക്ക് വെച്ച് കൊടുക്കാം. വാഴയില അത് ചൂട് കൊണ്ട് താന്നോളും. അതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 2 സൈഡിലായിട്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് നെടുവേ പിളർന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതിൽ ചേർക്കാം. ഇതൊക്കെ ആണ് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. ഈ ഗ്രേവിയുടെ ഫ്ലേവർ കൊടുക്കുന്ന മെയിനായിട്ടും ഇഞ്ചി, കുരുമുളക് പൊടി, പച്ചമുളക് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ. നമ്മുടെ തേങ്ങാപ്പാൽ തിള വരുന്നത് കാണാം. ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമ്മളിത് ഓഫാക്കണം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തേങ്ങാപ്പാലിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ നിർവാണ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ സെർവ് ചെയ്യാനായിരിക്കും നല്ലത്. Thanks for watching.